മെത്തിസിലിൻ റെസിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് 2 ടൈപ്പാണുള്ളത്. ഓക്കെ, ഇപ്പം മെത്തിസിലിൻ റെസിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് 2 ടൈപ്പുണ്ട്. മെത്തിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റെഫൈലോകോക്കസ് ഓറിയസും മെത്തിസിലിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെഫൈലോകോക്കസ് ഓറിയസും. അതിനകത്ത് ഈ മെത്തിസിലിൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെത്തിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് മെക്ക് എ ജീൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ജീൻ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെക്ക് എ ജീനാണ് ഈ മെത്തിസിലിൻ റെസിസ്റ്റൻസിന് കാരണം. അത് ഈ മെക്ക് എ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ 2A. അപ്പോൾ ഈ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ 2A പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിന് എന്ത് പ്രത്യേകത കിട്ടുന്ന മെത്തിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു പെക്യുലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മെത്തിസിലിൻ സെൻസിറ്റീവ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ കേസിൽ അവരുടെ സെൽ വാളിനകത്ത് ഒരു പ്രോട്ടീനുണ്ട്. ആ പ്രോട്ടീൻ്റെ പേരാണ് പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. ആ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനിലേക്ക് ആര് വന്ന് ബൈൻഡ് ചെയ്യും? നമ്മൾ പെൻസിലിൻ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യാൻ നേരത്ത് ഈ പെൻസിലിൻ ആൻറ്റിബയോട്ടിക് വന്നിട്ട് എന്ത് ചെയ്യും? പെൻസിലിൻ വന്നിട്ട് ഈ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഈ ഓർഗാനിസിനെ, ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ഓർഗാനിസത്തിൻ്റെ സെൽ വാൾ സിന്തസിസിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന ഓർഗാനിസം എന്ത് ചെയ്യും? ഡൈ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് പെൻസിലിൻ വഴി എങ്ങനെയാണ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെ കില്ല് ചെയ്യുന്ന മെക്കാനിസമാണ് ഇങ്ങനെ. അപ്പോൾ ഈ പെൻസിലിന് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെൻസിലിൻ എന്ന് പറയുന്ന ഈ ആൻറ്റിബയോട്ടിക്കിന് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എന്താവശ്യമാണ്? പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ ആവശ്യമാണ്. പക്ഷേ ഈ മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ കേസിനകത്ത് ഇവിടുത്തെ ഈ PBP എന്ന് പറയുന്ന ഈ മോളിക്യൂൾ മാറിയിട്ട് അതിന് പകരം ആര് വരും? PBP2A, ഒരു മോഡിഫൈഡ് ആയിട്ടുള്ളൊരു മോളിക്യൂളായിരിക്കും അവിടെ കാണുന്നത്. അപ്പോൾ ഈ മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ആര്? മെക്ക് എ ജീൻ എന്ന് പറയുന്ന ജീൻ. അപ്പോൾ ഈ മെക്ക് എ ജീൻ ഈ PB2A പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പെൻസിലിൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ PB2A വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ബൈൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ള ഒരു മെക്കാനിസം എന്ത് ചെയ്യത്തില്ല, അവിടെ നടക്കത്തില്ല. അപ്പോൾ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ത് ചെയ്യത്തില്ല? ഡൈ ആകത്തില്ല. അപ്പോൾ അങ്ങനെ ഈ പെൻസിലിനോട് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ മെത്തിസിലിൻ എന്നുള്ള ഒരു ഇതിനകത്ത് വരുന്ന ആൻറ്റിബയോട്ടിക്കാണ് പെൻസിലിൻ. ആ പെൻസിലിനോട് എങ്ങനെ കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ആ റെസിസ്റ്റൻസ് കിട്ടുന്ന ഓർഗാനിസങ്ങളെയാണ് വിളിക്കുന്നത് മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഒന്ന്, നമുക്ക് PCR ചെയ്യാം. ഈ മെക്ക് എ ജീനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? PCR ടെക്നിക്ക് ചെയ്യാം. അപ്പോൾ PCR ടെക്നിക്ക് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് കിട്ടും? ഈ മെക്ക് എ ജീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മെക്ക് എ ജീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് റെസിസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണെന്ത്? ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. ഇപ്പോൾ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡിനകത്ത് ഈ പെൻസിലിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്, പിന്നെ മോളിക്കുലർ മെത്തേഡായിട്ടുള്ള PCR മെത്തേഡ്, പിന്നെ അതാണ് ക്രോമോജനിക് അഗാറിനകത്ത് ഗ്രോ ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ ആ PB2A എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂളിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്രോമോജനിക് അഗാറിനകത്ത് ഗ്രോ ചെയ്യിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മെത്തേഡാണെന്ത്? ഈ PB2A എന്ന് പറഞ്ഞ ഈ മോളിക്യൂളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ചെയ്യാൻ പറ്റും. ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റെഫൈലോകോക്കസ് MRSA എന്ന് പറയുന്ന സ്റ്റെഫൈലോകോക്കസ് മെത്തിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റെഫൈലോകോക്കിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണെന്ത്? ഒന്ന് PCR എന്തിനു വേണ്ടി ചെയ്യുന്ന? മെക്ക് എ ജീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PCR ചെയ്യുന്നത്. പിന്നെ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്, ക്രോമോജനിക് അഗാർ, പിന്നെ ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? PBP2A ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ഈ മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് 2 ടൈപ്പ് ഉണ്ട്. ഹോസ്പിറ്റൽ അക്യൂർഡും ഉണ്ട്, കമ്മ്യൂണിറ്റി അക്യൂർഡും ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ അക്യൂർഡ് മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസും ഉണ്ട്. കമ്മ്യൂണിറ്റി അക്യൂർഡ് മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഉണ്ട്. ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് എന്ന് പറഞ്ഞാൽ നോസോകോമിൽ ഇൻഫെക്ഷൻ വഴി നമുക്ക് കിട്ടുന്ന സ്റ്റെഫൈലോകോക്കസ് ഓറിയസും മെത്തിസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്യൂർഡ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി അക്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പം ഈ പ്രിസണേഴ്സ് അതായത് ഈ ജയിലിനകത്തുള്ള പ്രിസണേഴ്സിൻ്റെ കേസിനകത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സിനകത്തുള്ള ആൾക്കാർ, മിലിറ്ററി പേഴ്സണൽസ്, ആ മിലിറ്ററി പേഴ്സണൽ അപ്പോൾ നിറച്ച ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കിട്ടുന്ന ആ മെത്തിസിലിൻ റെസിസ്റ്റൻസിനെയാണ് വിളിക്കുന്നത് കമ്മ്യൂണിറ്റി അക്വേർഡ്. പുറത്ത് നിന്ന്, അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഒരു ഡേ കെയർ സെൻറ്ററിൽ നിന്ന് കിട്ടുന്നത്, അതേ കണക്ക് തന്നെ മിലിറ്ററി ക്യാമ്പുകൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഈ മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്മ്യൂണിറ്റി അക്വേർഡ് മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറീസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ അക്വേർഡ് എന്ന് പറയുന്നത് നോസോകോമിയൽ ഇൻഫെക്ഷൻ വഴി നമുക്ക് കിട്ടുന്നതാണ്. നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്നൊക്കെ നമുക്ക് കിട്ടുന്ന മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ അക്വേർഡ് മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറീസ് എന്ന് പറയുന്നത്. അപ്പോൾ മെത്തിസിലിൻ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മെത്തിസിലിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം, അതിൻ്റെ മെക്കാനിസം നമ്മൾ പറഞ്ഞു. ഇതാണ്. പിന്നെ ഇനി വരുന്ന ഈ വേറൊരു റെസിസ്റ്റൻസ് കാണിക്കുന്ന മറ്റൊരു സ്റ്റെഫൈലോകോക്കസ് ആണ് വാങ്കോമൈസിൻ. ഇപ്പോൾ വാങ്കോമൈസിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന സ്റ്റെഫൈലോകോക്കസ് ഓറീസിന് നമ്മൾ വാങ്കോമൈസിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറീസ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ആ വാങ്കോമൈസിൻ റെസിസ്റ്റൻസ് കൊടുക്കാൻ കാരണം എന്ന് പറയുന്ന വാൻ എ ജീൻ എന്ന് പറയുന്ന ഒരു ജീനാണ്. ആ വാങ്കോമൈസിൻ